ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ഓൺ വോയിസ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ഐ തിങ്ക് സോ. കൂടുതലും വ്ളോഗിങ്സ് ഒക്കെ ആയിരുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആകാൻ പറ്റിയത്. ആൻഡ് അറ്റ് പ്രസൻറ്റ് ഞാനിപ്പോൾ ജർമ്മനിയിൽ ആഹനിലാണ് താമസിക്കുന്നത്. ആൻഡ് ഞാനിവിടെ ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ലഗേജിൻ്റെ അൺപാക്കിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് അറ്റ് പ്രസൻറ്റ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് ഇപ്പോഴാണ് എനിക്കൊരു ടൈം കിട്ടിയത്. ആൻഡ് ഞാൻ ആഹനിലെത്തിയിട്ട് അറൗണ്ട് ഒരു 1 month കഴിഞ്ഞു. പക്ഷേ എനിക്കിപ്പോഴാണ് ഒന്ന് സ്റ്റേബിളായിട്ടൊരു അക്കോമഡേഷനൊക്കെ റെഡി ആയത്. സോ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഒന്ന് ചെയ്യാനൊക്കെ ഒരു ടൈം കിട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയതായിട്ട് താമസിക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൻഡ് അതിനു മുമ്പ് ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുവാണ്. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള കറക്റ്റ് പാക്കിംഗ് രീതിയിലല്ല ഇപ്പോൾ എൻ്റെ ലഗേജസ് ഇരിക്കുന്നത്. ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു 1 month ആയിട്ട് ഒരു ടെമ്പററി അക്കോമഡേഷനിൽ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴാണ് എനിക്കൊന്ന് സെറ്റിൽ ആകാൻ പറ്റിയത് ഫൈനലി. അപ്പോൾ അതുകൊണ്ട് അറൗണ്ട് ഒരു 1 month ആയിട്ട് യൂസ് ചെയ്ത സാധനം, അപ്പോൾ അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് വരും. പിന്നെ പാക്കിങ്ങിലാണെങ്കിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേ രീതിയിലല്ല ഇപ്പം ബാഗേജ് ഉള്ളത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് എന്നാലും ഞാൻ ഓവറോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വരാൻ നിൽക്കുന്നവർക്കും ഈ ഇൻടേക്കിലേക്കും ഇനി നെക്സ്റ്റ് സമ്മർ ഓർ വിൻ്റർ ഇൻടേക്കിലൊക്കെ വരാൻ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം, അലവൻസ് എങ്ങനെയാണ്, ഏതാണ് എടുക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റായിരുന്നു ട്രാവൽ ചെയ്തത്. അപ്പം എനിക്ക് ബാഗേജ് അലവൻസ് വന്നിട്ട് 2 piece പെർ ചെക്ക്ഡ് ബാഗും പിന്നെ ഒരു ക്യാബിൻ ബാഗും പിന്നെ എക്സ്ട്രാ ഒരു ലാപ്ടോപ്പ് ഒരു ഹാൻഡ് ബാഗ് ക്യാരി ചെയ്യായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അലവൻസ് വന്നത്. ആൻഡ് ഞാൻ അറ്റ് പ്രസൻറ്റ് ആൻഡ് ലാസ്റ്റ് ആയ ടൈമിൽ ഞാൻ വെയിറ്റ് കൂടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു 23 kg ബാഗ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് 32 ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു അറൗണ്ട് ഒരു 7,200 or 500 സംതിങ്, എനിക്കറിയില്ല കറക്റ്റ് റേറ്റ് എത്ര വന്നത്. ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഞാൻ അത് ഫ്ലൈ ചെയ്തതിൻ്റെ ജസ്റ്റ് ഒരു 1 day ബിഫോറാണ് ഞാനതൊന്ന് കൺഫർമേഷനൊക്കെ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും വെയിറ്റ് കൂടുതൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ആൻഡ് എനിക്ക് ബുക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല എയർ ഇന്ത്യക്കൊക്കെ ഒരു നിയർലി ഒരു 80 to 83 kg ബാഗേജ് അലവൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ബുക്ക് ചെയ്ത ടൈമിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നിൽക്കുന്നവർ ജസ്റ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിലൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലുള്ള അലവൻസ് നമുക്ക് കിട്ടും. എനിക്ക് അറ്റ് ലാസ്റ്റ് എനിക്ക് വന്നപ്പം ചെക്ക്ഡ് ബാഗ് ഒരെണ്ണം, ഒരു ലാസ്റ്റ് ബാഗ് 32 kgയുടെയും പിന്നെ ഒരു മീഡിയം സൈസ് ബാഗ് 23 kg. ഇതാണ് എനിക്ക് ചെക്ക്ഡ് ബാഗിൽ അലവൻസ് ആയിട്ട് വന്നത്. പിന്നെ ക്യാബിൻ ബാഗേജ് 7 to 8 kg ആണ് അലോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാരി ബാഗും ഉണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞതാണ്. ബിക്കോസ് നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ എങ്ങനെയാണ് എന്നുള്ള രീതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തൊന്നും കൂടെ പറഞ്ഞത്. ആൻഡ് അപ്പോൾ നമുക്ക് ഓരോ ബാഗേജായിട്ട് നോക്കാം. ആൻഡ് ഇതാണ് ഞാൻ ക്യാരി ചെയ്ത ബാഗ്. ഇതിന് ഫ്ലൈറ്റിൽ കൂടെ കൊണ്ടുവരുന്ന ബാഗാണ്. ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് പോലെ. ഞാൻ ലാപ്ടോപ്പൊക്കെ എൻ്റെ ക്യാബിൻ ബാഗിലാണ് വെച്ചത്. അപ്പോൾ സോ എനിക്ക് ഒരു ലേഡീസിനാണെങ്കിൽ ഒന്നുകിൽ ലേഡീസ് ബാഗായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബാഗ്. അപ്പം ഞാൻ എനിക്ക് ലാപ്ടോപ്പും വേണം, ഒരു ലേഡീസ് ബാഗും വേണം. സോ ഞാൻ ലാപ്ടോപ്പ് ഞാൻ ക്യാബിൻ ബാഗിലാണ് വെച്ചത്. അപ്പം ഇത് ഞാൻ എൻ്റെ കൂടെ ഫ്ലൈറ്റിലെടുത്തതാണ്. ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് അറൗണ്ട് ഒരു കുറച്ച് വിൻഡോ വിയേഴ്സ് കുറച്ചുണ്ടായിരുന്നു. അത് വിൻഡോ വിയേഴ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഈ ഒരു മെഷ് ബാഗ് പോലെ വെച്ചിട്ട് അതിൽ തന്നെയാണ് വെച്ചത്. ബിക്കോസ് എനിക്ക് മെഷ് ബാഗും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ളതായിരുന്നു. ആൻഡ് മെഷ് ബാഗും വേണമല്ലോ, ബിക്കോസ് നമുക്ക് വാഷ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡ്രസ്സസ് ഒക്കെ അങ്ങനെ ചീത്തയായി, പിഞ്ചിപ്പോവും. അപ്പം അതുകൊണ്ട് ഞാൻ മെഷ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സെറ്റ് ഓഫ് വിൻഡോ വിയേഴ്സ് ആണ്. ബിക്കോസ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു തണുപ്പങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു സെറ്റ് വിൻ്റർ വിയർ വെച്ചോ. ബിക്കോസ് പെട്ടെന്ന് വരുമ്പോൾ ഒരു ചേഞ്ച് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പെയർ ഓഫ് ഗ്ലൗസോ
അല്ലെങ്കിൽ സോക്സ് അങ്ങനെയൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ഒരു എന്താണ് ഇത് ഷൂസിൻ്റെ ആണ്. ഷൂസിൻ്റെ പോളിഷാണ്. എൻ്റെ ബൂട്ട്സ് ഷൂസ് അല്ല സോറി വിൻ്റർ ബൂട്ട്സിൻ്റെ ആണ്. വുഡ്ലാൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഈ ബാഗിൽ തന്നെയാണ് വെച്ചത്. ആൻഡ് പിന്നെ ഞാനിതിൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പാസ്പോർട്ട് അതൊക്കെയാണ്. പാസ്പോർട്ട്, പിന്നെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു. ഇത് ബോർഡിംഗ് പാസിൻ്റെ ആണ്. ലൈക്ക് ബോർഡിംഗ് പാസ് ഒക്കെ ഇതിൽ തന്നെയാണ്. ബിക്കോസ് നമുക്ക് എപ്പോഴും കൂടെ വേണ്ടതാണ്. നമുക്ക് ഇമിഗ്രേഷൻ്റെ ടൈമിലൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണിത്. സോ ഞാൻ എൻ്റെ ഈ ബാഗിൽ തന്നെയാണ് വെച്ചാണ്. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും ഫ്ലൈറ്റിൽ അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ എടുക്കണം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ലൈക്ക് ഒരു എക്സ്ട്രാ ബാഗിൽ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അത് നിങ്ങളുടെ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചില ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ക്യാബിൻ ബാഗ് ഒരു പീസ് ബാഗേ അലോ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്താൽ മതി, എടുത്താൽ മതി. ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട. ഇത് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ബാഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ലൈക്ക് ഒരു സ്ക്രഞ്ചീസ് ഉണ്ട്. അത് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം വന്നാലോ വെച്ചിട്ട് ഞാൻ വെച്ചത്. പിന്നെ ഒരു ക്ലിപ്പ്, നാട്ടിൽ നിന്നുള്ള ക്ലിപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ ഒരു വിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് പെട്ടെന്ന് ഇറിറ്റേഷൻസ് എന്തെങ്കിലും വന്നാൽ. പിന്നെ സൺസ്ക്രീൻ വൈപ്സ് വെറുതെ വെച്ചതാണ്. ഇപ്പം ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അറ്റ് പ്രസൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കൊച്ചിയിലായിരുന്നു. അവിടെ വർക്ക് ആയതുകൊണ്ട് അവിടെയാണ് നിന്നിരുന്നത്. അപ്പം അവിടെ നല്ല ചൂടായതുകൊണ്ട് ഈ ഒരു സൺസ്ക്രീൻ വൈപ്സ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അത് ഹാൻഡ് ബാഗിലുള്ളത് കൊണ്ട് അങ്ങ് ആയിപ്പോയതാണ് ഇതിനകത്ത്. പക്ഷേ സമ്മറിൽ ആവശ്യം വരും ഇവിടെ. അപ്പം ജസ്റ്റ് നിങ്ങൾ സമ്മർ ടൈമിലൊക്കെ ഒരു സൺസ്ക്രീൻ കരുതിക്കോ. നാട്ടിൽ നിന്ന് വരുമ്പോഴേ സമ്മറിൽ വരുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ കൊണ്ടുവന്നോളൂ. ബിക്കോസ് ജർമ്മനിയിൽ അത്യാവശ്യം സമ്മറും കുറച്ച് എക്സ്ട്രീമാണ്. ഇവിടെ എൻ്റെ കേസിൽ എക്സ്ട്രീമാണ്. ബാക്കിയുള്ള ലൊക്കാലിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതൊരു ക്ലിപ്പാണ്, ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്ലിപ്പാണ്. അതും ഇതിൽ തന്നെയുണ്ട്. പിന്നെ ലൈക്ക് മൊബൈലിൻ്റെ ഒരു ലൈക്ക് ഒരു ഹോൾഡറൊക്കെ പോലെ. അത് ജസ്റ്റ് ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. മെയിനായിട്ട് ഞാൻ പിന്നെ ഇതിലൊരു എൻ്റെ ഫോൺ പവർ ബാങ്ക് അതുപോലെയുള്ള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു ബാഗിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പം നിലവിൽ ഫോണും പവർ ബാങ്കൊന്നും ഇപ്പോൾ ഇതിലില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഓൾറെഡി ഈ ബാഗേജൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം അതായത് എപ്പോഴും എടുക്കണം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയൊരു ബാഗിൽ വെക്കുന്നത് നന്നായിരിക്കും. ചിലപ്പം ജസ്റ്റ് ഇപ്പം നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ, മെഡിസിൻസ് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ്സ് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ടാബ്ലറ്റ് ഒക്കെ എടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇങ്ങനെ ക്യാബിൻ ബാഗിലും എക്സ്ട്രാ ബാഗിലൊക്കെ വെക്കാം. പക്ഷേ നിങ്ങൾ മെഡിസിൻസ് കൂടെ ക്യാരി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും ബില്ലും അത് മസ്റ്റാണ്. പ്രിസ്ക്രിപ്ഷനും ബില്ലും വേണം. ഇപ്പം എൻ്റെ ബാഗിൽ തന്നെയാണെങ്കിലും ഞാൻ കൂടെ ക്യാരി ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ മെഡിസിൻസ് ഒക്കെ എൻ്റെ ചെക്ക്ഡ് ബാഗിലാണ് വെച്ചത്. പക്ഷേ ബില്ല് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഫോറക്സ് വഴിയൊക്കെ നമ്മൾ എമൗണ്ട് കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരുമല്ലോ, ഇത്ര യൂറോസ്. അപ്പം അതങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഒരു പേപ്പർ കിട്ടും, ലൈക്ക് നമുക്ക് ഇത്ര യൂറോ കിട്ടി തന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ബില്ലുണ്ടെങ്കിൽ ഒരു പ്രിന്റ് പോലെ അവർ തരും. ഏജൻസി ത്രൂ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തരും. അപ്പം അതും നിങ്ങളൊന്ന് കയ്യിൽ കീപ്പ് ചെയ്തോളൂ. ബിക്കോസ് എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എങ്ങാനും എവിടെയെങ്കിലും ബൈ ചാൻസ് ഏതെങ്കിലും എയർലൈൻസൊക്കെ ഏതെങ്കിലും എയർപോർട്ടിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം. അതുകൊണ്ട് അതും കയ്യിൽ കീപ്പ് ചെയ്തു. ഇപ്പം അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ ഞാൻ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ വല്ലതും നമുക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ പിന്നെ ഒരു ഫേസ് വാഷ്, എൻ്റെ ഒരു ഫേസ് വാഷും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ എടുക്കേണ്ടി വന്നാലോ വെച്ചിട്ട് അത് ഞാൻ ഇതിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇതെൻ്റെ ക്യാബിൻ ബാഗേജാണ്. ഇതുപോലൊരു
എക്സ്ട്രാ സൈസ് പെട്ടിയാണ്. ഇതിന് അറൗണ്ട് ഒരു 7 to 8 kg അകത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ക്യാബിൻ ബാഗായിട്ട് കൊണ്ടുപോയത്. ഞാൻ താഴെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എത്രത്തോളം എടുത്ത് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഏകദേശം അറൗണ്ട് ഇത്ര ഇത് വരും. ബാഗിനൊരു മിനി ബാഗ് പോലെയാണ്. ഞാൻ സൈഡിൽ അതിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ താഴെ ഇരുന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ്, കാണിച്ചു തരാം. എന്താണ്, ഞാൻ ഇങ്ങനെയൊരു കിറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈക്ക് ഒരു എന്താ പറയുക, എമർജൻസി ആയിട്ട് വരുമ്പോൾ എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു എമർജൻസി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ലൈക്ക് ചീപ്പൊക്കെ ഉണ്ടായിരുന്നു, ചീപ്പ്, സ്ലൈഡ്, ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചായിരുന്നു നാട്ടിൽ നിന്ന്. അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റ് പെന്ന്, പിന്നെ ഗ്ലൗസ്, വിൻഡോ വിയേഴ്സ് ഗ്ലൗസ്. ദെൻ ഇത് നമ്മുടെ മറ്റേ ഇയർ ക്യാപ്പാണ്. നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തണുപ്പിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് ലൈനർ ഗ്ലൗസ് ആണ്. പിന്നെ ഇതെൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച കോട്ടൺ പാഡ്സ് ആണ്, തീരാറായത്. പിന്നെ ഇതൊരു പേപ്പർ ക്ലിപ്പാണ്. ഇത് പിന്നെ കുറച്ച് സ്ക്രഞ്ചീസ് ആണ്. പിന്നെ ഇതൊരു ഫെവി സ്റ്റിക്ക്, സ്റ്റാപ്ലർ, അങ്ങനെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെ സ്റ്റാപ്ലറിൻ്റെ ഒരു പിന്ന്, പിന്നെ സൂപ്പർ ഗ്ലൂ, ദെൻ സ്കെയിൽ, ഒരു മീഡിയം ഒരു സ്കെയില്. ആക്ച്വലി സ്കെയിലിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, വെറുതെ എടുത്തതാണ്. പിന്നെ ഇതെനിക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, കൂടെ വർക്ക് ചെയ്തൊരു കുളിയിൽ ഗിഫ്റ്റ് ചെയ്തതാണ്. പാർക്കറിൻ്റെ പെന്നാണ്. ഞാൻ പിന്നെ ലെറ്റർ പോലെ. ദെൻ സോ നമുക്ക് കഷ്ടപ്പെട്ട് തന്നതാണല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ കൊണ്ടുവന്നേക്കാം. ഇതായി. പിന്നെ ഒരു സോപ്പാണ്, ഒരു വിവലിൻ്റെ ഒരു സോപ്പ്. എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെച്ചിരുന്നതാണ്. ആൻഡ് വൺ തിങ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ സ്റ്റാപ്ലറൊന്നും ലൈക്ക് ക്യാബിൻ ബാഗിൽ കൊണ്ടുപോകരുത്. സ്റ്റാപ്ലറിൻ്റെ പിന്നെ ഈ വക ആയിട്ടൊന്നും ക്യാബിൻ ബാഗിൽ വെക്കരുത് കേട്ടോ. ഞാൻ ലൈക്ക് ഇതിപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലൈക്ക് ഞാൻ ഒന്നും കൂടെ ഇതെല്ലാം റീഅറേഞ്ച് ചെയ്തപ്പം ഇതിലായിപ്പോയതാണ്. ഇതൊക്കെ എൻ്റെ ചെക്ക്ഡ് ബാഗിൽ തന്നെയായിരുന്നു ഈ സ്റ്റാപ്ലറും പിന്നൊന്നും. ലൈക്ക് നമ്മൾ ഈ നൈഫ് ഐറ്റംസ്, പിന്നെ ഈ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ക്യാബിൻ ബാഗേജിൽ വെക്കരുത്. ബിക്കോസ് അവരെ പെർമിറ്റ് ചെയ്യില്ല. എനിക്കതൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ നെയിൽ കട്ടറൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് എൻ്റെ നെയിൽ കട്ടറൊന്നും കളയേണ്ടി വന്നു. പിന്നെ ലൈക്ക് അവർ സമ്മതിച്ചില്ല കൊണ്ടുപോകാനായിട്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാണ്ടിരിക്കട്ടെ. പിന്നെ ഈ വക ലൈക്ക് അത്യാവശ്യം എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണം എന്ന് തോന്നുന്ന ഐറ്റംസൊക്കെ കുറച്ച്, ഒരുപാടൊന്നും വെക്കേണ്ട. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആകെ ക്യാബിൻ ബാഗേജിൽ 7 kg മാത്രമേ അലോ ചെയ്യുള്ളൂ. അപ്പം അതനുസരിച്ചുള്ള സാധനങ്ങൾ വെച്ചാൽ മതി. പിന്നെ എന്താണ്, പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ക്യാബിൻ ബാഗേജിലായിരുന്നു വെച്ചിരുന്നത്. ലാപ്ടോപ്പ് ഇപ്പം എന്താണ് ഞാൻ ചാർജിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്, അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് അതിപ്പം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഞാൻ ക്യാബിൻ ബാഗേജിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഒരു എക്സ്റ്റൻഷൻ കേബിളൊക്കെ ക്യാബിൻ ബാഗേജിൽ തന്നെയാണ്. പിന്നെ എന്താണ് ഒരു മൾട്ടി കേബിൾ സെറ്റപ്പിൽ ഒരു കേബിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും കേബിൾസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് ചാർജിങ്ങിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ എവിടെ പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പം യൂണിവേഴ്സൽ അഡാപ്റ്ററിനെ പറ്റിയാണ് ഒരു ഫോട്ടോ സൈഡിൽ അറ്റാച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ഡേയിലെ അൺപാക്കിംഗ് വീഡിയോ അല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പാക്കിംഗ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു അൺപാക്കിംഗ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇത് രണ്ടും പറ്റിയില്ല.
അപ്പം എന്തായാലും ഈ പെട്ടികളൊക്കെ എന്തായാലും ഇപ്പോൾ ഒന്നും കൂടെ സാധനങ്ങൾ പൊട്ടിക്കണം. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളല്ല, സോറി, അത് എടുക്കണം, പെട്ടി പൊട്ടിച്ച് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കാണിച്ചു വയ്ക്കാം എന്ന് കരുതിയതാണ്. അപ്പോൾ ഇതുപോലൊരു കേബിളും മസ്റ്റാണ്, യൂസ്ഫുൾ ആണ്. അത്യാവശ്യം ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കേബിളാണിത്. പിന്നെ ഒരു പവർ ബാങ്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു കിറ്റിനകത്ത് എൻ്റെ ഒരു ഷെയ്ഡ്സും 1-2 ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കിറ്റിനകത്ത്. പിന്നെ 1-2 സാനിറ്ററി പാഡ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എങ്ങാനും ആവശ്യം വന്നാലും എന്ന് കരുതി ഞാൻ 2 വെച്ചിട്ടുണ്ടായിരുന്നു, എമർജൻസി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 നോട്ട്ബുക്സ് ഒക്കെ ക്യാബിൻ ബാഗിലായിരുന്നു. പിന്നെ ഡോക്യുമെന്റ്സ് ഫയൽസ് ഇതൊക്കെ ക്യാബിൻ ബാഗിലായിരുന്നു. ബിക്കോസ് എനിക്ക് ചെക്ക് ദ ബാഗേജിൽ എനിക്കൊരു പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാബിനിൽ തന്നെയാണ് വെച്ചത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ക്യാബിൻ ബാഗേജിൽ വെച്ചത്. പിന്നെ ഞാനൊരു അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു ബാക്ക് പാക്ക് ഈ ക്യാബിൻ ബാഗേജിൽ ഞാൻ സ്റ്റഫ് ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കൊരു ലേഡീസ് ബാഗ് കയ്യിലിങ്ങനെ എടുക്കുകയും വേണം. ബട്ട് എനിക്ക് ബാഗേജും അലവൻസിൻ്റെ പ്രശ്നവും കൂടെ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഈ ബാക്ക് പാക്ക് ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ ബാക്ക് പാക്കിൻ്റെ ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു ബാക്ക് പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ക്യാബിൻ ബാഗിൽ തന്നെയാണ് സ്റ്റഫ് ചെയ്ത് വെച്ചത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഏകദേശം ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് ക്യാബിൻ ബാഗിലെ സാധനങ്ങൾ വെച്ചാൽ മതി. പക്ഷേ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ക്യാബിൻ ബാഗിൽ തന്നെ വെക്കണം, വേറെ ബാഗിൽ വെക്കരുത്. മാക്സിമം ക്യാബിൻ ബാഗിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. എല്ലാം ക്യാബിൻ ബാഗിലാണ് വെക്കേണ്ടത്. പിന്നെ നമുക്ക് ഇമിഗ്രേഷൻ ടൈമിൽ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനത്തെ കുറച്ച് റീസൺസ് ഉള്ളതുകൊണ്ട് അതിൽ വെക്കുന്നത് തന്നെയാണ് സേഫ്. ബിക്കോസ് ചെക്ക് ദ ബാഗ് എങ്ങനെയായാലും കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, ബാഗ് കിട്ടുമ്പോൾ ഡാമേജ് ആവുമെന്നൊക്കെ. അതുകൊണ്ട് അതാണ് നല്ലതെന്ന് തോന്നി. ക്യാബിൻ ബാഗേജിൽ ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി 2 ചെക്ക് ദ ബാഗ് ഉണ്ട്. ചെക്ക് ബാഗേജിൽ ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളിൽ ഞാൻ കുക്കറും കുറച്ച് പാനും ഒക്കെ മാത്രമാണ് കൊണ്ടുവന്നത്. കുക്കർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇവിടെ എന്ത് ചൂടാകാനും നല്ല ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് കുക്കർ വരുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരിക. ബിക്കോസ് ഇവിടെ നമുക്ക് കുക്കർ കിട്ടാൻ പാടാണ് തോന്നുന്നത്. ഞാൻ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല 1 മന്തായിട്ട് ഒരു ഷോപ്പിൽ പോലും കുക്കർ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇൻഡെക്സിൻ്റെ ഒരു 3 ലിറ്റർ കുക്കറായിരുന്നു എടുത്തിരുന്നത്. പിന്നെ സ്ഥലം സേവ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബൂസ്റ്റ്, ബോൺവിറ്റ, ഹോർലിക്സ്, അങ്ങനെ കുറച്ച് സാഷേഴ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിക്കണം, ലൈക്ക് ജസ്റ്റ് ഇവിടെ സ്റ്റേബിൾ ആകുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ക്രൈവിങ്സ് ഉള്ളവരാണെങ്കിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്, നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതാണ്. സ്പൈസസ് ഒക്കെ വളരെ മസ്റ്റാണ്. ബിക്കോസ് ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അത്ര ഫ്രഷ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതൊരു വാൾ ഹുക്കാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് നമുക്ക് തുണിയൊക്കെ ഒന്ന് ഹാങ് ചെയ്യാനോ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന്, എങ്ങാനും ആവശ്യം വന്നാലോ വെച്ചിട്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജർമ്മനിയിൽ 1 മന്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ലൈക്ക് ഞാൻ തുറന്ന് കാണിക്കാം. ഞാൻ ഒന്നും കൂടെ പാക്ക് ചെയ്ത സമയത്ത് പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കിയതാണ്. ബിക്കോസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതാവണ്ടല്ലോ വെച്ചിട്ടൊരു കവറിനകത്തൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്.
നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ ലൈക്ക് മക്രോണിയൊക്കെ പോലെയല്ലേ, ഇവിടെ മക്രോണി ഉണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് കഴിക്കുന്നുള്ളവരാണെങ്കിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരു മാസം എങ്ങനെ ഒരു ഫസ്റ്റ് 2 വീക്സ് എങ്ങനെ പോലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നിട്ട് നമുക്ക് അക്കൗണ്ടൊക്കെ റെഡി ആവാനൊക്കെ ആണെങ്കിലും ടൈം പിടിക്കും. അപ്പം നമുക്കിവിടെ വന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കാനാണെങ്കിൽ ചിലപ്പം എല്ലാവരുടെ കയ്യിലും അത്രയും ഫണ്ടൊന്നും ഉണ്ടായെന്ന് വരില്ല. മാത്രമല്ല നമുക്ക് ഇവിടുത്തെ രീതികളൊക്കെ പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഞാൻ ഒരു പെട്ടിയിൽ ഓൾമോസ്റ്റ് ക്ലോത്ത്സും ഒരു പെട്ടിയിൽ പാത്രങ്ങൾ ഫുഡ് ഐറ്റംസും ഒക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒരു 8-10 പാക്ക് കൊണ്ടുവന്നായിരുന്നു, ഇപ്പിയും മാഗിയൊക്കെ ആയിട്ട്. അതെല്ലാം തീർന്നു. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് വന്ന ഒരു മന്ത് ഏകദേശം കൊണ്ട് തന്നെ അതെല്ലാം കാലിയായി. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല, തീർന്നു പോയി. പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഒരു ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുക്കിംഗ് ഓയിൽ, കോക്കനട്ട് ഓയിലാണ്. KLFൻ്റെ കോക്കനട്ട് ഓയിലാണ്. നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ഇറങ്ങി പെട്ടി തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഓയിലെല്ലാം നന്നായിട്ട് ഫ്രീസായി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഓയിലാണത്. അപ്പം ഞാൻ ആരോടും നാട്ടിൽ നിന്ന് ഓയിൽ കൊണ്ടുവരാനൊന്നും പറയില്ല. ബിക്കോസ് ഇവിടെ ഓയിലൊക്കെ ഉണ്ട്, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ട്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. അപ്പം ഓയിൽ നിങ്ങളോട് ഞാൻ കൊണ്ടുവരണമെന്നൊന്നും പറയില്ല. പക്ഷെ ഇപ്പം ഞാനത് കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ കൊണ്ടുവരണം എന്നില്ല. ഓയിൽ കൊണ്ടുവരുന്നവരും ചെക്ക് ദ ബാഗേജിൽ തന്നെ വെക്കാൻ നോക്കുക. ബിക്കോസ് ക്യാബിൻ ബാഗേജിൽ ലിക്വിഡിന് 100 ml മാത്രമാണ് അലവൻസ് ഉള്ളത്. 100 ml ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാബിനിൽ വെക്കാണ്ടിരിക്കുക, ചെക്കിൽ വെച്ചാൽ മതി. ഓയിൽ ഞാൻ നിർബന്ധം പറയുന്നില്ല, ആവശ്യമുള്ളവർ എടുത്താൽ മതി. വേണം എന്നുള്ളവർ, അതായത് ഫസ്റ്റ് കുറച്ച് ഡേയ്സ് വരുമ്പം ലൈക്ക് പർച്ചേസിങ്ങിനുള്ള ഒരു മൈൻഡൊന്നും ഇല്ലെങ്കിൽ ഓയിൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചാലും മതി. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു ഷവർ ജെല്ലാണ്. ഞാൻ വലുതൊരെണ്ണം എടുത്തത് തന്നെയാണ്. ബിക്കോസ് ആവശ്യം എന്തായാലും വരുമല്ലോ. ഇവിടെ നിന്ന് വന്നിട്ട് ഇനിയിപ്പം നമുക്ക് ഇവിടുത്തെ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ബോഡിയായിട്ട് സ്യൂട്ട് ആവാൻ ടൈം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങളും വേണമെങ്കിൽ ഷവർ ജെൽസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കരുതി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓരോ പ്ലാസ്റ്റിക് കവേഴ്സിൽ, ഇത് എനിക്ക് ആമസോണിൻ്റെ കൂടെ കിട്ടിയതാണ് ഇങ്ങനെ ഒരു കവർ. ഒരു വട്ടം ഏതൊരു ഓർഡറിൻ്റെ കൂടെ വന്നതാണ്. അപ്പം ഇതുപോലെയുള്ള കവർ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് വെക്കാം. ഇതൊരു പിസ്തയാണ്, ഡ്രൈ റോസ്റ്റഡ് പിസ്ത നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് സ്ക്രബാണ്. ഇത് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, ഇവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് എൻ്റെ സെറ്റ് ഓഫ് സ്പൂൺസാണ്. ഇതൊക്കെ ഞാൻ ബിസ്മിന്ന് വാങ്ങിച്ചതാണ്, ഈ സ്പൂൺ സെറ്റൊക്കെ. ഇത് പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുക്കിങ്ങിനൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. സ്റ്റീൽ സ്പൂണുണ്ട്. പിന്നെ ലൈക്ക് ഇത് പ്ലാസ്റ്റിക് സ്പൂണാണ്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു രീതിക്ക് മേടിച്ചാൽ മതി. പിന്നെ ഞാൻ 2 നോൺ സ്റ്റിക്കിൽ സ്പൂൺ മേടിച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് 2 എണ്ണം. ലൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ, ബിക്കോസ് ഇവിടെ എല്ലാം നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് മിക്കതും, ഓൾമോസ്റ്റ് എല്ലാം. അപ്പോൾ അതിന് യൂസ്ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒരു യൂസാണ്. തവയിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ സ്പൂൺസ് കൊണ്ടുവരുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇവിടെ പിന്നെ സ്റ്റീൽ പാത്രങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം സ്റ്റീൽ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അതും അവൈലബിൾ ആണ്. പാത്രങ്ങൾ മാക്സിമം കുറച്ചൊക്കെ അത്യാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം ഇവിടെ പാത്രങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരണം, ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതിയെന്നൊക്കെ. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഇതൊക്കെ എനിക്കിപ്പം ഒരെണ്ണത്തിനൊക്കെ 100 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇവിടെ എല്ലായിടത്തും ഒന്നും €1 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട്
പക്ഷെ ഓഫറൊക്കെ ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല സാധനങ്ങളും നല്ല ക്വാളിറ്റി ഐറ്റംസും കിട്ടും. പക്ഷെ എപ്പോഴും അത് കിട്ടണം എന്നില്ല. പാത്രങ്ങളൊക്കെ അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ ഇതൊരു ഓട്സ് ആണ്. ഞാൻ ഓട്സ് 2 കവർ കൊണ്ടുവന്നു. ഒരു കവർ ഓട്സ് ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കിച്ചണിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ ഓട്സൊക്കെ ഞാൻ 1-2 കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കും. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വാറണ്ടി കാർഡും ഒക്കെയാണ്. ജസ്റ്റ് ഞാൻ എടുത്തതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ എടുത്തു. പിന്നെ ഇതൊരു റെയിൻ കോട്ടാണ്. നമ്മുടെ നാട്ടിൽ 100 രൂപയുടെ റെയിൻ കോട്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ്. ആക്ച്വലി അതന്നെ ഇവിടെ കൊണ്ടുവരേണ്ടത്. പക്ഷെ അവസാന നിമിഷമായപ്പം എനിക്ക് നല്ല റെയിൻ കോട്ടൊന്നും വാങ്ങാനുള്ള ടൈം കിട്ടിയില്ല. മാത്രമല്ല ഫണ്ടും ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് റെയിൻ കോട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങ് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതൊരു ചെറിയൊരു ബൗളാണ്. എനിക്ക് ബിസ്മിന്ന് വാങ്ങിച്ച സമയത്ത് ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും ഒരു ബൗളും ഒരു കിറ്റായിട്ട് കിട്ടിയതാണ്. അപ്പം ഒരു പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ നിങ്ങൾ കരുതിക്കോട്ടോ. കാര്യം ഇവിടെ വരുന്ന സമയത്ത് ജസ്റ്റ് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ ഇത് കുക്കറിൻ്റെ ലിഡ് ഞാൻ സെപ്പറേറ്റ് ആണ്. നിങ്ങളും പാക്ക് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ഇതൊരു ഗ്യാസ്കറ്റാണ്. എക്സ്ട്രാ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വരുമ്പം ഒരു ഗ്യാസ്കറ്റും ഒരു പ്രഷർ വാൽവും കരുതുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും സർജ് വാൽവാണല്ലോ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലൈക്ക് 1 മന്ത് ഞാൻ വേറെ ടെമ്പററി അക്കോമഡേഷനിലുണ്ട്. അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. സോ പിന്നെ ഇതാണ് സേഫ്റ്റി വാൽവ്. ഇങ്ങനെയൊന്നും കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് ജസ്റ്റ് നമുക്ക് ദോശയോ ഓംലെറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചോയ്സാണ്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ചോയ്സാണിത്. അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ടുവന്നു. പിന്നെ ഇത് പിന്നെ എൻ്റെ വിസിലാണ് കുക്കറിൻ്റെ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഏത് പാർട്ട് സ്കിപ്പ് ചെയ്താലും ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓരോരോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവേഴ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ബിക്കോസ് അല്ലെങ്കിൽ ലീക്കേജൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കുരുമുളക് പൊടിയാണ്. അപ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളവർക്ക് കൊണ്ടുവരാൻ നല്ലൊരു ചോയ്സാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് ഇതൊന്നും നല്ലത് കിട്ടില്ല, നല്ലത് കിട്ടില്ല. പിന്നെ ഇത് മുളക് പൊടിയാണ്. ഞാൻ ജസ്റ്റ് അതും നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ മല്ലിപ്പൊടി അതും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് സ്പൈസസും പൊടികളൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മീറ്റ് മസാല, രസത്തിൻ്റെ പൊടി വെച്ചില്ല ഇതുവരെ, രസ പൗഡർ, പിന്നെ ഒരു എഗ് മസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓൾറെഡി എടുത്തു കിട്ടും. ഇന്നത്തും ചിക്കൻ മസാല അങ്ങനെയുള്ള മസാല ഐറ്റംസ് കൊണ്ടു. പിന്നെ സാമ്പാർ പൊടിയാണ്, അന്ന് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇതുവരെ ഇത് വെച്ചില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ അടുത്ത വർഷം വരുമ്പോൾ വെക്കാമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇത് വെക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എങ്ങാനും ദോശ സാമ്പാർ കഴിക്കാൻ തോന്നിയാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് ഇതിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ എൻ്റെ ബാഗേജൊക്കെ മേടിച്ചത് ലുലുന്നാണ്. ലുലുന്ന് അരിസ്റ്റോക്രാറ്റിൻ്റെ ആണ് വാങ്ങിച്ചത്. മറ്റേ 3-in-1 കോംബോ പോലെ ഒരുമിച്ച് കിട്ടിയതാണ്. അപ്പം അതെനിക്കൊരു 5000 സംതിങ്ങിനാണ് ഞാൻ അന്ന് വാങ്ങിച്ചത്. പർച്ചേസ് ചെയ്ത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്.
അപ്പം ഇതും ഒരു മെഷ് ബാഗാണ്. നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇവിടെ യൂസ് ചെയ്യുമ്പം ഇതിനകത്ത് ഇട്ടിട്ട് ക്ലോത്ത്സ് ഇട്ടാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ക്ലോത്ത്സ് നാശാവില്ല. ഞാൻ കുറച്ച് മെഷ് ബാഗ്സ് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സസൊക്കെ ഞാൻ വാക്വം ബാഗിൽ വാക്വം ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഒരു മാസം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സെല്ലാം ആ വാക്വം ബാഗൊക്കെ ഞാൻ മാറ്റി. വാക്വം ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങളും ട്രാവൽ ചെയ്യുന്നവർ വാക്വം ബാഗും അതുപോലെ എന്താണ് ഇതുപോലെയുള്ള സ്റ്റോറേജ് ബാഗ്സ് ഒക്കെ ഇങ്ങനെ ലൈക്ക് വാക്വം ക്യൂബും ഒക്കെ ഉണ്ട്. അപ്പം ക്യൂബ്സും ബാഗ്സും ഒക്കെ വാങ്ങിക്കുന്നെങ്കിൽ നന്നായിരിക്കും. നമുക്ക് അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു സ്പേസ് കൺസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ എൻ്റെ എന്താണ് വിന്റർ വിയേഴ്സ് ആണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചതാണ്. ഒരു എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഹുഡി പോലെയുണ്ട്. പിന്നെ ഇതൊരു പാൻറ്റ് പോലെയാണ്. പിന്നെ ഇതും എന്താണ് ലൈക്ക് പാൻറ്റൊക്കെ പോലെ തന്നെയാണ്. അത്യാവശ്യം എൻ്റെ ഡ്രസ്സസ് എല്ലാം ഇതിനകത്ത് തന്നെയാണ്. കുറേ ഡ്രസ്സസൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം നമുക്കിങ്ങനെ വാക്വം ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. അത്യാവശ്യം കുറച്ച് വിൻഡോ വിയേഴ്സ് ഇതൊക്കെ ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇതുവരെ വന്നില്ല. ഞാൻ ഒരു തവണ എന്തോ ഇട്ടോളൂ, പിന്നെ ഇട്ടിട്ടില്ല. ഇനി ഇവിടെ വിൻ്റർ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം അധികം വരുന്നില്ല. ഹെവി വിൻ്റർ ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. പിന്നെ ലൈക്ക് എന്താണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ലൈക്ക് ജീൻസും ഞാൻ എല്ലാം ഡ്രസ്സസ് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ വിൻഡോ വിയേഴ്സും പിന്നെ നാട്ടിലിടുന്ന ടൈപ്പ് കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റ് ഓഫ് എന്താണ് കുറച്ച് എന്താണ് ലൈക്ക് തിക്കായിട്ടുള്ള കുറച്ച് ടീഷർട്ട്സ് കൊണ്ടുവരുവാണെങ്കിൽ നന്നായിരിക്കും. ബിക്കോസ് ഇനിഷ്യൽ ഡേയ്സ് നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചോയ്സ് എന്തുകൊണ്ട് നല്ലതായിരിക്കും. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ദെൻ ഇങ്ങോട്ട് വരുന്നവർ ഡ്രസ്സസ് ഐറ്റംസിൽ ഇപ്പോൾ വിൻ്റർ ടൈമിൽ വരുന്നവരാണെങ്കിൽ ഐ വിൽ സജസ്റ്റ് വിൻഡോ വിയേഴ്സ് തെർമൽസ് ഒക്കെ എടുത്തിട്ട് വരിക. ബിക്കോസ് ഇവിടെ തെർമൽസിനൊക്കെ നല്ല റേറ്റാണ്. നാട്ടിൽ നിന്ന് തന്നെ തെർമൽസ് എടുത്തിട്ട് വരിക. ജാക്കറ്റ് ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി. നാട്ടിൽ നിന്ന് ഒരു ജാക്കറ്റ് വല്ലതും മേടിച്ചാൽ മതിയാവും. ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല ജാക്കറ്റ്സ് TK Maxxും അതുപോലെ ന്യൂയോർക്കർ സിയാൻഡയിലൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് എന്താണ് നാട്ടിൽ നിന്ന് ജാക്കറ്റ് മേടിക്കണ്ട. ഒരെണ്ണം ഒരു ബേസിക് ആവശ്യത്തിന് ഒരെണ്ണം മതിയാവും. ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം ഒരു പെട്ടി കഴിഞ്ഞു. ലഗേജ് ബാഗിൽ ഒരു പെട്ടിയുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. സോറി, അൺപാക്കിങ്. ഏകദേശം മോർ കൺവീനിയൻസ്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എനിക്കെന്തോ ഒരു തൃപ്തി വരുന്നില്ല ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ലൈക്ക് ഇങ്ങനത്തെ കുറച്ച് വിൻഡോ വിയേഴ്സ്, ദെൻ പിന്നെ എന്താണ് ഇത് ഞാൻ നാട്ടിൽ ഇടുന്ന സാധാ ടോപ്പാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് വെച്ചിട്ട്. ഇതും ജസ്റ്റ് നിങ്ങൾക്ക് കട്ടിയുണ്ടെന്ന് ഫീൽ ചെയ്യുന്ന കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുത്തോ. വിന്റേഴ്സിൽ സമ്മറിൽ വരുന്നവരാണെങ്കിൽ എടുത്തു വെച്ചോ. എങ്ങനെ ആവശ്യം വന്നാലോ അടുത്ത വിന്ററിൽ. പിന്നെ ഇതെൻ്റെ കാർഗോ പാൻ്റാണ്. നാട്ടിലുള്ളപ്പോൾ ഉള്ളതാണ്. ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. ഇതുവരെ ഇവിടെ വന്ന് കിട്ടില്ല. എങ്ങനെ ആവശ്യം വന്നാലും വെച്ചെടുത്തതാണ്. പിന്നെ ഇത് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഉള്ളതാണ്. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇടാമല്ലോ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതെൻ്റെ സാധാ ഒരു കാഷ്വലാണ്. ഇപ്പോൾ ട്രഡീഷണൽ പോലെ ഞാൻ എടുത്തതാണ്. നാട്ടിലല്ല, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ട്രഡീഷണൽ സെറ്റ് ഓഫ് വിയർ എടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് സാരി ഒന്നും എടുത്ത് വയ്ക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ വിയേഴ്സൊക്കെ ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഇതൊരു തെർമൽ സ്വെറ്റർ പോലത്തെയാണ്. വൂളൻ ഹൗസിൽ നിന്ന് എടുത്തതാണ് കൊച്ചിയിലുള്ള. അപ്പം അത് നല്ലൊരു സജഷനാണ് തെർമൽസ് വാങ്ങിക്കണം എന്നുള്ളവർക്ക്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ തോന്നുമല്ലോ ഇത്രയും ഒരു
എന്തായാലും വരാൻ നിൽക്കുന്നവരായിരിക്കും മെജോറിറ്റി വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പം അവർക്ക് യൂസ്ഫുൾ ആവണേ നമ്മളിത് എടുത്ത് കാണിക്കുന്നതാണല്ലോ ബെറ്റർ. അപ്പം ഇതുപോലെയുള്ള മെഷ് ബാഗ്സ് ഒക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. ദെൻ നമുക്ക് അടുത്ത പെട്ടി നോക്കാം. ആൻഡ് പിന്നെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് എന്താണ്, എൻ്റെ വാഷ് ബാഗ്സ്, ലൈക്ക് മേക്കപ്പ് കിറ്റ്, സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. മെയിനായിട്ട് ഞാൻ കാണിച്ചു തരാം. മിസിലർ വാട്ടർ, ഷാംപൂ, ഓയില്, ഇത് മൗത്ത് വാഷ്, പിന്നെ ലൂഫ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ പ്ലമ്മിൻ്റെ ഒരു ബോഡി വാഷ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇതിനെ ലുലു ഞാൻ മേടിച്ചതാണ്. പ്ലമ്മിൻ്റെ ഒരു ബോഡി വാഷ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇതൊരു ലൈക്ക് ഒരു വാഷ് ബാഗ് പോലെ എടുത്തതാണ് ഞാൻ. എൻ്റെ ടോണറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നാട്ടിലുള്ളപ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ഈ ഷാമ്പു ഇവിടെ വന്നിട്ട് മേടിച്ചതാണ്. ഡാൻഡ്രഫ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഡാൻഡ്രഫ് ഉള്ളതാണ് ഞാൻ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു മേടിച്ചതാണ്. അപ്പം എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിങ്ങനെ അടയ്ക്കാനായിട്ട്. ബിക്കോസ് ഞാൻ എങ്ങനെയൊക്കെ കംപ്രസ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് എനിക്കും ഒരു ധാരണയില്ല. ഇപ്പം അടഞ്ഞു. ആൻഡ് ദെൻ ഇത് പിന്നെ എൻ്റെ മേക്കപ്പ് കിറ്റാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എൻ്റെ മേക്കപ്പ് കിറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനകത്തിപ്പം എക്സ്ട്രാ വന്നിട്ടുള്ള ഐറ്റംസ് ഇതെനിക്ക് ലുലുന്ന് പ്ലമ്മിൻ്റെ കൂടെ കിട്ടിയതാണ്. അതിലിരിക്കുന്നതാണ്. ഇതെങ്ങനെ ഇവിടെ വന്നതാണ്. പിന്നെ ഞാൻ ഒരു മിറർ വാങ്ങിച്ചു, ഒരു കുട്ടി മിറർ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണ് എക്സ്ട്രാ ഇതിൽ വന്ന ഐറ്റം. ബാക്കിയെല്ലാം എന്താണ് നാട്ടിൽ നിന്ന് ഉള്ളപ്പോൾ ഉള്ളതൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഈ വക ഐറ്റംസ് ഒക്കെയാണ്. നിങ്ങൾ എന്താണ് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരേണ്ടത് മോയ്സ്ചറൈസർ, ലിപ് ബാം, പിന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ബോഡി ലോഷൻ, അതൊക്കെ എന്തായാലും എടുത്തോട്ടോ. മോയ്സ്ചറൈസറൊക്കെ എൻ്റെ VLCCയുടെ തന്നെയാണ്. അതൊക്കെ ഇപ്പം വേറെ എവിടെ മാറിയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരിക. ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുന്നവരെ വേണം ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. മാക്സിമം സ്കിൻ കെയർ ഒക്കെ അവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലത്. പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ, ഇവിടെയും റോസമാനിലൊക്കെ ഉണ്ട് അത്യാവശ്യം പ്രൊഡക്ട്സ് ഒക്കെ. ഇവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോത്തേക്കിൽ നിന്നൊക്കെ മേടിക്കാം. പ്രൊഡക്റ്റൊക്കെ റേറ്റ് കൂടുതലാണ്, ബട്ട് എന്നാലും കുഴപ്പമില്ല, മേടിക്കാം ആവശ്യമുള്ളവർക്ക്. സോ ഇതൊക്കെയാണ് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നത്. ഇതാണ് എൻ്റെ വലിയ പെട്ടി. 32 kg ഞാൻ ഈ പെട്ടിയിലാണ് കൊണ്ടുവന്നത്. ഇത് അത്യാവശ്യം എന്താണ് എല്ലാം ഇതായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ലൈക്ക് ഒരു ചോപ്പർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ചോപ്പർ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ലൈക്ക് നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ള സമയത്ത് കട്ട് ചെയ്യാനും കുറച്ചും കൂടെ ഒന്ന് ഫൈനലി കട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം യൂസ്ഫുൾ ആവും, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇതൊരു പുട്ട് മേക്കറാണ്, ചിരട്ടപ്പുട്ടിൻ്റെ. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കാര്യമാണെന്ന് എനിക്ക് തോന്നിയതാണ്. ദെൻ അതുപോലെ ടേസ്റ്റി നിബിൾസിൻ്റെ പുട്ടുപൊടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു കുറേ ആയി. ഇപ്പം ഇവിടെ ഇപ്പം ഇല്ല, കിച്ചണിലിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ദെൻ ഇതും ഇപ്പം ഈ ബാഗിൽ നിറച്ചും ഡ്രസ്സസ് ആയിരുന്നു കൂടുതലും. അതിലും ഒരു സെറ്റ് ഓഫ് ഇതുണ്ട്. ഇത് നാട്ടിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഒരു ടീഷർട്ടാണ്. ടീഷർട്ടെന്ന് പറയാൻ പറ്റുമോ? പറയാം, കുഴപ്പമില്ല. ദെൻ പിന്നെ ഇതൊക്കെ സമ്മറിൽ ഇടാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. ജസ്റ്റ് സാധാ ഡ്രസ്സസ് സമ്മർ ടൈമിൽ ഉപയോഗം വന്നാലോ. ഇതൊക്കെ പിന്നെ ഞാൻ ഇവിടെ വീട്ടിലിടുന്ന ഡ്രസ്സസ്സാണ്. കുറച്ച്
കട്ടിയുണ്ട്, അപ്പം ഈ തണുപ്പത്ത് യൂസ് ആകും എന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഇത് ഞാൻ നോർമലി എടുത്ത് വെച്ചതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതും സാധാ സമ്മറിലൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്, ഇതുവരെ ഇട്ടിട്ടില്ല. വിൻ്ററിലും നമുക്ക് ലെയർ ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ്ഫുൾ ആവും. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഫ്ലീസ് പോലത്തെ ടൈപ്പാണ്, ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് ജസ്റ്റ് എടുത്തതാണ്. ലൈക്ക് ഇതിപ്പോൾ ഞാൻ അധികം അങ്ങനെ ഇടുന്നില്ല, കാര്യം ഹെവി വിൻ്റർ വരുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് അധികം ഇട്ടിട്ടില്ല. പിന്നെ ഇത് ജീൻസാണ്, ഒരു പെയർ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം ഒരു ബെൽറ്റ് കരുതുന്നത് നന്നായിരിക്കും. ബിക്കോസ് നമ്മളിവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം തടിയൊക്കെ കുറയും. അപ്പോൾ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജീൻസൊക്കെ ലൂസായി തുടങ്ങും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു ബെൽറ്റ് നന്നായിരിക്കും കൊണ്ടുവന്നാൽ. ബെൽറ്റ് യൂസ് ചെയ്ത് ശീലമില്ലാത്തവരോടാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ഇത് ഒരു നോർമൽ പാൻറ്റാണ്. ഇതൊക്കെ ഞാൻ കൊച്ചിയിൽ നിന്ന് മേടിച്ചതാണ് ലാസ്റ്റ് വരുന്ന ആ ഒരു ടൈമിൽ. പിന്നെ ഇതൊക്കെ എന്താണ് നോർമൽ നൈറ്റ് ഡ്രസ്സസിനായിട്ട് ഞാൻ എടുത്തതാണ്, മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ആ നേരത്തെ കാണിച്ച പാൻറ്റിൻ്റെ ടോപ്പാണ്. അപ്പം നൈറ്റ് ഡ്രസ്സാണ് ഇതൊക്കെ. പിന്നെ ഒരു ബെഡ്ഷീറ്റ്. ദെൻ ഇത് തെർമൽസാണ്, തെർമൽ പാൻസാണ്, ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതും എല്ലാം ഒരു ടൈപ്പ് ഓഫ് വിൻ്റർ വിയർ ആണ്. പിന്നെ ഇത് ടീഷർട്ട് ക്രോപ്പ് ടോപ്പാണ്, വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ അവസാനത്തെ വ്ളോഗിലൊക്കെ ഉണ്ട്, ഇതിന് മുമ്പ് നാട്ടിൽ വെച്ചെടുത്ത വ്ളോഗിലൊക്കെ ഉണ്ട്, ബാഗോവൻ വ്ളോഗിലൊക്കെ ടീഷർട്ടാണ്. പിന്നെ ഇതൊരു വിൻ്റർ ടോപ്പാണിത്. ഇതിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതൊരു സെറ്റ് ഓഫ് സ്ലൈഡാണ്. ലൈക്ക് ഇതുപോലൊരു വാക്വം ബാഗിലാണ് ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം കൊണ്ടുവന്നത്. പിന്നെ അതെല്ലാം മാറ്റിയപ്പോൾ ഇങ്ങനെയൊക്കെയായി. ഇത് ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. ഒരു ഒരു സ്ലൈഡും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റ് ഓഫ് സ്ലിപ്പറും ഞാൻ വാങ്ങിച്ചു. അതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു ഹുഡി ഫ്ലീസ് ടൈപ്പ് ഡെക്കാത്തലോണിൽ നിന്ന് എടുത്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ല, യൂസാണ്. ഞാൻ ജസ്റ്റ് ആദ്യത്തെ 1-2 ദിവസമൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് മാറ്റി. ദെൻ ഇതൊരു തെർമൽ ടോപ്പാണത്. ഇതൊക്കെ നാട്ടിൽ ഇടുന്ന സാധാ ഡ്രസ്സസൊക്കെ തന്നെയാണ്. പിന്നെ ഇതും ഡ്രസ്സസാണ്, തോമൽസ് ഡ്രസ്സസ്, പില്ലോ കവറ്. ദെൻ ഒരു ഫ്ലീസാണ്. ഒരു വിൻ്റർ പാൻ്റാണ്. ഇതൊക്കെ തെർമൽ വിയേഴ്സ് ആണ്. പിന്നെ ഇതെൻ്റെ ഒരു സെറ്റ് ഫയലാണ്. എനിക്ക് ക്യാബിൻ ബാഗിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലാണ് വെച്ചത്. സോ പിന്നെ കട്ടിംഗ് ബോർഡാണ്. നാട്ടിൽ നിന്ന് വാങ്ങണമെന്നില്ല, ബിക്കോസ് ഇവിടെ €1 നല്ല വുഡൻ്റെ കട്ടിംഗ് ബോർഡ് കിട്ടും. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചാൽ മതി, നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട. ഇത് പ്ലാസ്റ്റിക്കാണ്, അപ്പം വുഡൻ ബോർഡ് വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. പ്ലാസ്റ്റിക് ഈ ടൈപ്പാണ് എടുത്തത്. പക്ഷേ ഇവിടെ നല്ല കട്ടിംഗ് ബോർഡ് കിട്ടും. സോ കട്ടിംഗ് ബോർഡ് കൊണ്ടുവരണ്ട നാട്ടിൽ നിന്ന്. പിന്നെ ഇത് സോൾട്ട് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചതാണ്. നിങ്ങൾ പഞ്ചസാരയും ഉപ്പും ഒക്കെ അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരുന്നത് നന്നായിരിക്കും, ഇനിഷ്യൽ ഡേയ്സിൽ ഉപയോഗിക്കാൻ ആവശ്യം വരും. പിന്നെ ഇതൊരു ബ്ലെൻഡറാണ്. ഞാൻ ബ്ലെൻഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ബ്ലെൻഡർ ഞാൻ ക്യാബിൻ ബാഗേജിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഞാനിപ്പം അറേഞ്ച് ചെയ്തപ്പം ഇതിലോട്ട് വെച്ചതാണ്. നിങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ക്യാബിൻ ബാഗേജിൽ മാത്രം വെക്കുക. പിന്നെ ആവശ്യത്തിന് ബാറ്ററീസ് അതൊക്കെ നിങ്ങൾക്ക് ക്യാബിൻ ബാഗേജിൽ പ്രൊവൈഡ് ചെയ്യുക, പവർ ബാങ്ക് ഉണ്ടെങ്കിലും. അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം
അതിൽ വെച്ചിരുന്നാൽ മതി. ഇത് വണ്ടർ ഷെഫിൻ്റെ ബ്ലെൻഡറാണ് വിത്ത് കേബിളൊക്കെ ഉണ്ട്. ഞാനിവിടെ സ്മൂത്തിയൊക്കെ എന്താണ് കുടിക്കാമല്ലോ, ഒരു ഹെൽത്ത് ഡ്രിങ്ക് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ എന്ന് വെച്ചിട്ട് മേടിച്ചാണോ. 2-3 വട്ടമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അതിനുള്ള ടൈം കിട്ടിയില്ല. അതാണ് ഇത്. ഒരു സെറ്റ് ഓഫ് ഡ്രസ്സസ് ഒക്കെയാണ്, ലൈക്ക് എന്താണ് എൻ്റെ വിൻ്റർ വിയേഴ്സ്, ക്യാപ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. സോ അതുകൊണ്ട് ഞാൻ വിൻ്റർ ക്യാപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതുകൊണ്ട് അധികം എടുക്കുന്നില്ല പുറത്തോട്ട്. അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതെൻ്റെ മെഡിസിൻസ് ആണ്. മെഡിസിൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വരുമ്പം എന്തായാലും നിങ്ങൾ സെറ്റ് ഓഫ് മെഡിസിൻസ് കൊണ്ടുവരിക. പിന്നെ ഇതൊക്കെ എൻ്റെ സാനിറ്ററി പാഡ്സ്, അണ്ടർ ഗവൺമെൻറ്റ്സ്, ഇതൊക്കെ ഇങ്ങനെ ഒരു കിറ്റിലാണ് കൊണ്ടുവന്നത്. അതാകുമ്പം നല്ലതാണെന്ന് തോന്നി. ഇത് ഒരു ട്രസമ്മിയുടെ ഷാമ്പു ആണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നത്. നൈക്കയിൽ ഓഫർ കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇതൊക്കെ ഞാനിപ്പം പാക്ക് ചെയ്യുന്ന സമയത്ത് ട്രസമ്മി ഷാമ്പു, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സാണ്. ഇങ്ങനെ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ലതായിരിക്കും. ഞാനിത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഇത് ഹെൽത്ത് ഫെസറ്റാണ്. നമുക്കിവിടെ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ എല്ലാം വാട്ടർ ഫ്രീ ടോയ്ലറ്റ്സ് ആയതുകൊണ്ട് ഇതുപോലൊരു ഹെൽത്ത് ഫെസറ്റ് നല്ലതായിരിക്കും. ഇത് ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. ലൈക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ലിങ്ക് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് മേടിക്കാം. അപ്പം ഞാനിങ്ങനെ ഒരെണ്ണം ആണ് മേടിച്ചത്. പല ടൈപ്പിൻ്റെ ഹെൽത്ത് ഫെസറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് മേടിച്ചാൽ മതി. പിന്നെ ഹെൽത്ത് ഫെസറ്റ് ക്യാബിൻ ബാഗിൽ ഇട്ടാൽ മതി. ബിക്കോസ് നമുക്ക് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ യൂസ് ചെയ്യണമെന്ന് തോന്നി യൂസ് ചെയ്യാം. എനിക്ക് അബദ്ധം പറ്റി ഞാൻ ചെക്ക്ഡിനിലാണ് വെച്ചത്. പിന്നെ ഇത് ഹെയർ ഡ്രയർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിവിടെ മുടിയൊക്കെ ഉണങ്ങി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഹെയർ ഡ്രയർ എനിക്ക് ക്യാബിൻ ബാഗേജിൽ വെക്കാൻ സ്പേസ് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ചെക്ക്ഡിനിലാണ് വെച്ചത്. നിങ്ങൾക്ക് ക്യാബിനിൽ സ്ഥലമുണ്ടെങ്കിൽ ക്യാബിനിൽ തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. ഇത് ഞാൻ വേഗയുടെ ഹെയർ ഡ്രയർ ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ വേഗയുടെ ഹെയർ ഡ്രയർ ആണ്. ഇനി ഇതിവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ, അത് വേറെ പണി. പിന്നെ ഒരു കത്തി ഈ വക ഐറ്റംസൊക്കെ നിങ്ങൾ ചെക്ക്ഡിനിൽ തന്നെ വെക്കുക. പിന്നെ ഇതൊരു ഹാൻഡ് വാഷാണ്. അതും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് മേടിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല മേടിക്കാൻ. പിന്നെ ഇത് ആക്ച്വലി എൻ്റെ ക്യാബിനിൽ ഇരുന്ന കിറ്റാണ്. അത് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മറിച്ചാണ്. ഞാൻ ലൈക്ക് കാണിക്കാൻ മറന്നുപോയി. അങ്ങനെയുള്ള കുറച്ച് ക്യാബിൻ ബാഗിലെ കുറച്ച് ഐറ്റംസ് ചെക്ക്ഡ് ബാഗിൽ എല്ലാം കൂടെ വരുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബഡ്സ് ആണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇതൊരു സെറ്റ് ഓഫ് ടൂത്ത് ബ്രഷ്. പിന്നെ ഇതിൻ്റെ ഒരു പെർഫ്യൂമാണ്, റെനെ കോസ്മെറ്റിക്സിൻ്റെ. ഇത് പിന്നെ ലൈക്ക് എന്താണ് ഡിറ്റർജൻറ്റ് ഷീറ്റാണ്. നാട്ടിൽ നിന്ന് വരുമ്പം നമുക്ക് എന്താണ് ഡിറ്റർജൻറ്റ് ലിക്വിഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, ഫ്ലൈറ്റിൽ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷീറ്റ്സായിരുന്നു കൊണ്ടുവന്നത്. ഡിറ്റർജൻറ്റ് ഷീറ്റും അലക്കപ്പൊടിയും ഒക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഇത് ഫോൺ കേസസ് ആണ്. നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഫോൺ കേസസ്. ഗൊറില്ല ഗ്ലാസ് ഫോൺ കേസ്, 2 ഫോൺ കേസും ഗൊറില്ല ഗ്ലാസും ആണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ. പിന്നെ സ്ക്രീൻ കാർഡ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ടൈമിൽ മേടിച്ച ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇതെങ്ങനെയോ ഇതിനകത്ത് പെട്ടുപോയതാണ്. പിന്നെ ഇത് പ്ലമ്മിൻ്റെ ഒരു ബോഡി മിസ്റ്റാണ്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ്. ദെൻ ഒരു പെൻസിൽ, എന്തിനാണെന്നറിയില്ല എടുത്തതാണ്. പിന്നെ ഇതെൻ്റെ മൈക്കാണ്. ദെൻ കേബിള്, ഒരു ബാൻഡേജ് അല്ല സോറി ബാൻഡേഡ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇതിനകത്തുള്ളത്. എൻ്റെ അൺപാക്കിംഗ് വീഡിയോ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈക്ക് ഞാൻ ക്യാബിനിൽ കൊണ്ടുവന്ന ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. അപ്പം സോ എനിക്കറിയാം ഇതൊരു കറക്റ്റ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു അൺപാക്കിംഗ് വീഡിയോ അല്ല എന്നുള്ളത്. പക്ഷേ ഇത് സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉള്ളവർക്ക് ഡു കമൻറ്റ് ഓൺ മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ലൈക്ക് അതിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പം വെരി വെരി മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പൈസസ് ഒക്കെ കൊണ്ടുവരിക. ഫുഡ് ഐറ്റംസിലാണെങ്കിൽ സ്പൈസസ്, ഇൻസ്റ്റൻറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാം മാക്സിമം കൊണ്ടുവന്നോളൂ. ബിക്കോസ് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കിട്ടുക എന്നുള്ളത്. പിന്നെ ലൈക്ക് എന്താണ് ഗ്ലൗസസ് ഒക്കെ എടുക്കണം എന്നുള്ളവർക്ക് ഗ്ലൗസസ് ഒക്കെ എടുത്തു. ചിലപ്പോൾ ആവശ്യം വരെ ഇവിടെ വരുമ്പം അത്യാവശ്യം ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. ദെൻ പിന്നെ എന്താണ് കുറച്ച് വാൾ ഹുക്കോ അതുപോലെ ഉള്ള ഐറ്റംസും പിന്നെ ടിഷ്യൂ പേപ്പർ ബോക്സും ടിഷ്യൂ പേപ്പറൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ചിലപ്പം ആവശ്യം വരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യം വരാം. സോ പിന്നെ ചുക്ക് കാപ്പിയുടെയൊക്കെ പൊടിയുണ്ടെങ്കിൽ എടുത്താൽ നന്നായിരിക്കും. ഞാൻ കൊണ്ടുവന്നില്ല നാട്ടിൽ നിന്ന്. ലൈക്ക് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പനിയൊക്കെ വന്നാൽ നമുക്കൊരു എന്താ പറയുക ഒരു ആശ്വാസത്തിന് അതൊക്കെയല്ലേ ഉള്ളൂ. ദെൻ പിന്നെ ഞാൻ കൊണ്ടുവന്നതൊരു വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ചാറൊക്കെ വരുമ്പോൾ കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ഐറ്റംസ് കൊണ്ടുവരിക. ചോക്ലേറ്റ്സൊക്കെ ക്രീംസിലാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവരിക. ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ പപ്പടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പപ്പടം, ചെമ്മീനച്ചാറ് അതൊക്കെ തീർന്നു. പിന്നെ അതാണ് കാണിക്കാൻ പറ്റാത്തത്. അപ്പം ഇതൊക്കെയാണ് ഏകദേശം എൻ്റെ പാക്കേജിങ് എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാം സാധനങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾക്കൊരു നെക്ക് ബാൻഡ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നെക്ക് ബാൻഡ് നെക്ക് പില്ലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് മേടിച്ചോ. അപ്പം മെയിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇവിടെ തീരുവാണ്. അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കട്ടെ. കൂടുതൽ എൻ്റെ ജർമ്മനി റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ ഇനി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ലൈക്ക് ഡൗട്ടുള്ളവർ ഡു കമൻറ്റ്. ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഇതിലിപ്പോൾ കാണിച്ചതിൽ ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുള്ളൊരു ബാഗേജാണിത്. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, അത് അപ്പോൾ ക്ലിയർ ചെയ്യാം. ദെൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയാണ്, എമർജൻസി ആയിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളുടെ വെയിറ്റ് ലെവൻസ് ഒക്കെ നോക്കിയിട്ട് ക്യാബിനിൽ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഫുഡ് ഐറ്റംസും പാത്രങ്ങളൊക്കെ കൊണ്ടുവരിക. വെയിറ്റ് നോക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. ബട്ട് എന്നാലും ഫുഡ് ഐറ്റംസ് മസ്റ്റാണ്. ഡ്രസ്സസും പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തോ. കാര്യം ഇവിടെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ബ്ലോക്ക് എമൗണ്ടൊക്കെ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് സോ അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ സോ എൻ്റെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഡു കമൻറ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.